മാസം ഉണ്ടാകും. അത് മാത്രമാണ് നമുക്കുള്ളത്. നമുക്ക് നാളെ ടാസ്ക് ഇല്ല, ഇന്ന് എൻഡ് ചെയ്യുവാണ്. അപ്പൊ നമുക്ക് നമ്മുടെ ടാസ്കും ബൈബിൾ വേഴ്സും നോക്കാം. ടാസ്ക് മേക്ക് എ ക്രിസ്മസ് കേക്ക്. യെസ്, ഞാൻ വെയിറ്റ് ചെയ്യാറുണ്ട് ഇതിനു വേണ്ടി. അമ്മ എന്നോട് ഒരു ദിവസം പറഞ്ഞായിരുന്നു നമുക്ക് ക്രിസ്മസ് കേക്ക് ആക്കുന്നത് ഒരു ദിവസം ടാസ്ക് ഇടാണ്. പക്ഷെ എനിക്കൊരു വെയിറ്റ് ചെയ്തിരിക്കുവാണ് 1 ദിവസത്തിലേക്ക് എത്താൻ വേണ്ടി. അപ്പൊ ഇന്ന് പെർഫെക്റ്റ് ഡേ ആണ്. നമുക്കൊരു അടിപൊളി ക്രിസ്മസ് കേക്ക് ഉണ്ടാക്കാം. ഇനി നമുക്ക് ബൈബിൾ വേഴ്സ് കൂടെ വായിക്കാം. Thanks be to God for his indescribable gift. 2 Corinthians 9:15. നമുക്ക് ഒന്നുകൂടെ വായിക്കാം. Thanks be to God for his indescribable gift. 2 Corinthians 9:15. അപ്പൊ നമ്മുടെ ടാസ്ക് കേട്ടല്ലോ. ഇതാണ് നമ്മുടെ ബൈബിൾ വേഴ്സ്. അപ്പൊ ഇന്നാണ് നമ്മുടെ ലാസ്റ്റ് ഡേറ്റ്. നമ്മളെ എന്തായാലും നമ്മൾ ബൈബിൾ വേഴ്സ് പഠിക്കണം, പിന്നെ ടാസ്കും നമ്മൾ ചെയ്യണം. അപ്പൊ ഇത് നമുക്ക് ഒരു ക്രിസ്മസ് കേക്ക് ഉണ്ടാക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ മിക്സൊക്കെ ഉണ്ടാക്കി വെച്ചു. ഇപ്പം ഇന്ന് എന്താ ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ മുട്ടയുടെ ഒരു ബാറ്ററും ഉണ്ടല്ലോ, അതാണ് ഞാൻ ഇപ്പോൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ മുട്ടയൊക്കെ ഒഴിച്ച് നമ്മളിതാ പഞ്ചസാരയും ഓയിലും ഒക്കെ ഒഴിച്ച് നമ്മളിത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുവാണ്. നമ്മുടെ വിസ്ക് വെച്ച്, ഇലക്ട്രിക് വിസ്ക്കാണ് ഞങ്ങളിപ്പോൾ യൂസ് ചെയ്തത്. മറ്റേ നോർമൽ വിസ്ക്കാണെങ്കിൽ ഇച്ചിരി കൂടെ സമയമെടുക്കും. ഞങ്ങൾക്കിത് ഉള്ളതുകൊണ്ട് ഞങ്ങൾ എപ്പോഴും ഇതാണ് യൂസ് ചെയ്യാറുള്ളത്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ പഞ്ചസാര ഇട്ടിട്ട് അത് കഴിഞ്ഞിട്ടാണ് ഞാൻ നമ്മുടെ ഓയിൽ ഒഴിച്ചിരിക്കുന്നത്. അപ്പം അങ്ങനെ ഞാൻ മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. എല്ലാ സാധനങ്ങളും ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ ക്രിസ്മസ് കേക്ക് ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ ഈ ഒരു ബൗളിനകത്ത് ഇട്ടിരിക്കുന്നത് 1 കപ്പ് സെൽഫ് റൈസിങ് ഫ്ലവർ, കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ, പിന്നെ 3/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, പിന്നെ ഒരു ഇച്ചിരി ഗ്രാമ്പൂ പൗഡറും ആണ് ഇതിനകത്ത് ഇട്ടിരിക്കുന്നത്. പിന്നെ ഇത് മുട്ടയുടെ ബാറ്ററാണ്. 3 മുട്ടയും 1 കപ്പ് പഞ്ചസാരയും പിന്നെ 1/2 കപ്പ് ഓയിലും ആണ് ഇതിനകത്തേക്ക് ഒഴിച്ചിട്ടുള്ളത്. ബട്ടറാണ് നല്ലത്, പക്ഷെ ഞങ്ങൾ സാധാരണ ഓയിലാണ് യൂസ് ചെയ്യാറ്. പിന്നെ ഇവിടെ നമുക്ക് കാരമൽ സോസ് ഉണ്ട്. പിന്നെ നമ്മുടെ പ്ലം കേക്കിലെ മെയിൻ ഐറ്റം ഡ്രൈ ഫ്രൂട്ട്സ് ആണുള്ളത്. ഇത് 1 മാസം മുമ്പ് അമ്മ ഇതുപോലെ സോക്ക് ചെയ്ത് വെച്ച ഡ്രൈ ഫ്രൂട്ട്സ് ആണ്. എത്ര നാൾ സോക്ക് ചെയ്തോ അത്രയും നമ്മുടെ പ്ലം കേക്കിന് ടേസ്റ്റ് കൂടും കേട്ടോ. ഞങ്ങൾ നാട്ടിലൊക്കെ വെച്ചാണെങ്കിൽ 1 വർഷം വരെ ഇതിങ്ങനെ സോക്ക് ചെയ്ത് വെക്കുമായിരുന്നു. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് ആവും പ്ലം കേക്കിന്. അപ്പോൾ ഇത്രയും സാധനങ്ങൾ മാത്രം മതി. ഇനി നമുക്ക് പ്ലം കേക്ക് ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. നമ്മുടെ ഈ മുട്ടയുടെ ബാറ്ററിലേക്ക് നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇച്ചിരി ആയിട്ട് ഇട്ടിട്ട് നമ്മളിങ്ങനെ ഒരു സ്പാച്ചുലയാണ് നല്ലത്, പക്ഷെ ഞാനിപ്പോൾ സ്പൂണാണ് എടുക്കുന്നത്. ഇങ്ങനെ ഫോൾഡ് ചെയ്ത് കൊടുക്കണം. ഒരു കാര്യം ശ്രദ്ധിക്കാനുണ്ട്, മൊത്തം നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് മൊത്തം എടുത്തിട്ടല്ലേ നല്ല പാടായിരിക്കും മിക്സ് ചെയ്യാൻ വേണ്ടി. അതുപോലെ തന്നെ ഇതാണ് റൈറ്റ് ആയിട്ടുള്ള വേ. ഫസ്റ്റ് കുറച്ച് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇടണം, എന്നിട്ട് ഇങ്ങനെ പതുക്കെ ഇങ്ങനെ ഫോൾഡ് ചെയ്താണ് കൊടുക്കേണ്ടത്. ഒരേ സൈഡിലേക്ക് തന്നെ ഒരേ പാറ്റേണിൽ തന്നെ ഇങ്ങനെ ഫോൾഡ് ചെയ്ത് കൊടുക്കാൻ ശ്രദ്ധിക്കണം. അപ്പം അതുപോലെ തന്നെ നമ്മൾ കുറച്ചുകൂടെ
ആഡ് ചെയ്ത് നന്നായിട്ട് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് കൊടുക്കണം. ഇതിന് നല്ല പേഷ്യൻസ് ആവശ്യമുള്ളതാണ്. നമ്മൾ നല്ല പേഷ്യൻ്റ് ആയാലേ നമുക്കിത് അടിപൊളിയായിട്ട് കിട്ടത്തുള്ളൂ. ഇപ്പോൾ നമ്മുടെ സെക്കൻഡ് ബാച്ച് ഇടുവാണ്. പിന്നെ ഈ കാരമൽ സോസ് അമ്മയാണ് കേട്ടോ ഉണ്ടാക്കിയത്. എന്ന് പറഞ്ഞാൽ നമ്മുടെ അടുപ്പിൽ നമ്മൾ ഇങ്ങനെ നമ്മൾ സോക്ക് ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കത്തില്ലേ പഞ്ചസാര പാനി കേക്കിനൊക്കെ, അപ്പം അതുപോലെയല്ല, അത് നമ്മൾ ഷുഗറും വെള്ളവും ഒരുമിച്ചിട്ട് തിളപ്പിക്കുമല്ലേ. പക്ഷേ ഇത് പാനിലേക്ക് നമ്മൾ പഞ്ചസാര മാത്രം ഇട്ടിട്ട് അതിങ്ങനെ തിളപ്പിക്കുന്ന പോലെയാണ്. പക്ഷെ അത് കരിഞ്ഞു പോകാൻ പാടില്ല. അതിൻ്റെ കളർ നോക്കണം, ഈ ഒരു ബ്രൗൺ ഗോൾഡൻ കളർ ആകുമ്പോഴത്തേക്ക് അത് എടുക്കണം. പിന്നെ അത് കഴിഞ്ഞ് അത് നല്ല ഒരു ഇങ്ങനെ ആ പഞ്ചസാര മെൽറ്റ് ആവണം. നന്നായിട്ട് മെൽറ്റായി ആ പഞ്ചസാര വരുമ്പോൾ കുറച്ച് ചൂട് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കണം. ഞാനൊരു കാരമൽ കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതിനു വേണ്ടി കാരമൽ സോസ് ഉണ്ടാക്കാനും ഇതുപോലെയാണ് ചെയ്തത്. ലാസ്റ്റ് വാം വാട്ടർ ഒഴിച്ചിട്ടില്ല, അതുപോലെ തന്നെയാണ് ചെയ്തത്. കുറേ നേരം 1.5 മണിക്കൂറോളം നിന്ന് കഷ്ടപ്പെട്ടാണ് ചെയ്തത്. അതുകൊണ്ട് കുഞ്ഞു പിള്ളേർക്ക് പാടായിരിക്കും ഈ കാരമൽ സോസ് ഉണ്ടാക്കാൻ വേണ്ടി. അതുകൊണ്ട് എനിക്ക് അമ്മയാണ് ഈ കേക്കിന് വേണ്ടി ഉണ്ടാക്കി തന്നത്. നമ്മുടെ ലാസ്റ്റ് ബാച്ച് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇതിനകത്തേക്ക് ഇട്ടിട്ടുണ്ട്. കൂടുതൽ ഡ്രൈ ഇൻഗ്രീഡിയൻസ് വരുമ്പോൾ ഇച്ചിരി കൂടെ ബാറ്റർ ഇങ്ങനെ കട്ടിയാകാൻ തുടങ്ങും. അപ്പോൾ കുറച്ചുകൂടെ പാടാണ് നമുക്കിങ്ങനെ ഫോൾഡ് ചെയ്തെടുക്കാൻ. ഈ നമ്മുടെ മുട്ടയും അതിൻ്റെ കൂടെ തന്നെ ഡ്രൈ ഇൻഗ്രീഡിയൻസും ഒരുമിച്ച് നന്നായിട്ട് ചേരണം. അപ്പോൾ നമ്മളിതാ നല്ല നമ്മുടെ മുട്ടയും പിന്നെ നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഞാൻ നന്നായിട്ട് യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ് ഇടാം. ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ കൂടെ ശരിക്കും വേണ്ടത് ഓറഞ്ച് സെസ്റ്റ് ആണ്. പക്ഷെ ഞങ്ങൾക്ക് ഇതിവിടെ കിട്ടാത്തത് കൊണ്ട് കുറച്ച് ഓറഞ്ചിൻ്റെ തൊലി ഇട്ടിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് ഇതും ഇതിനകത്ത് ആഡ് ചെയ്ത് ഇതുപോലെ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം. കുറച്ച് ആഡ് ചെയ്ത് മിക്സ് ചെയ്തിട്ട് കുറച്ചും കൂടെ ആഡ് ചെയ്യും. ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആണ് പ്ലം കേക്കിന് പ്ലം കേക്ക് ആക്കുന്നത്. അപ്പോൾ 1 കപ്പ് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആട്ടോ ഇതിനകത്ത് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് മൊത്തം ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിനിങ്ങനെ മിക്സ് ചെയ്തെടുക്കും കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസും പിന്നെ ഡ്രൈ ഫ്രൂട്ട്സും എല്ലാം മുട്ടയിലേക്ക് യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ലാസ്റ്റ് ആൻഡ് ഫൈനൽ സ്റ്റെപ്പ് നമ്മുടെ കാരമൽ സോസും കൂടി ഇതിനകത്ത് ഒഴിക്കാം. അപ്പോൾ കാരമൽ സോസ് കുറച്ച് വെച്ച് മിക്സ് ചെയ്ത് കുറച്ച് വെച്ച് അങ്ങനെയല്ല, നമുക്കത് മൊത്തം ഒഴിച്ചിട്ട് നമുക്ക് മിക്സ് ചെയ്യാം. നമ്മുടെ ലാസ്റ്റ് പാർട്ടാണ് ഈ കേക്ക് ഉണ്ടാക്കുന്നതിൽ. സോറി, കാരമൽ സോസ് അല്ല കേട്ടോ, കാരമൽ സിറപ്പാണിത്. കാരമൽ സോസ് ഒക്കെ നമ്മൾ കേക്കിന് വേണ്ടിയാണ് ഒക്കെ എടുക്കുന്നത്. ഇത് കാരമൽ സിറപ്പാട്ടോ. നല്ല മണമുണ്ട്. നമ്മൾ കാരമൽ സിറപ്പ് ഇട്ടു. ഇനി നമുക്ക് അതും കൂടെ മിക്സ് ചെയ്യാം. ഞങ്ങൾ 1 കിലോയുടെ കേക്കാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ 8 ഇഞ്ചിൻ്റെ പാനാട്ടോ ഞങ്ങൾ ഇതിനകത്ത് യൂസ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഓവൻ 15 മിനിറ്റ്സ് 180 ഡിഗ്രീസിൽ പ്രീഹീറ്റ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് അറ്റ്ലീസ്റ്റ് ഒരു 45 മിനിറ്റ്സ് എങ്കിലും ഓവനിൽ വെക്കണം. അത് ഓരോ ഓവൻ്റെ ഇതനുസരിച്ചിരിക്കും എത്ര സമയമാണ് വെക്കേണ്ടതെന്ന്. പിന്നെ ഈ നമ്മുടെ പാന് ഞങ്ങൾ മുമ്പ് തന്നെ മൈദയും ഓയിലും ഇട്ട് നമ്മൾ ഇത് സെറ്റാക്കിയിട്ടുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ബട്ടർ പേപ്പറും ഇതിനു വേണ്ടി യൂസ് ചെയ്യാം. നമ്മൾ കാരമൽ സിറപ്പ് ഒഴിക്കാതെ നമുക്ക് വേണമെങ്കിൽ ബ്രൗൺ ഷുഗർ ഇട്ടും ചെയ്യാം. പക്ഷേ കാരമൽ സിറപ്പ് ഒഴിക്കുമ്പോഴാണ് ഇതിന് നല്ലൊരു കളറും അതിൻ്റെ കൂടെ തന്നെ നല്ലൊരു മണവും വരുന്നത്. അപ്പോൾ യൂഷ്വലി അമ്മ എപ്പോഴും ഇങ്ങനെയാണ് കാരമൽ സോസ് ഒഴിച്ചിട്ട് തന്നെയാണ് കേട്ടോ കേക്ക് ഉണ്ടാക്കാറ്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളെ
നമ്മുടെ ബാറ്റർ അടിപൊളിയായി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ ലാസ്റ്റ് സ്റ്റെപ്പ് ആയിട്ടുള്ള നമ്മുടെ പാനിൽ നമ്മളിത് ഒഴിക്കുക, പിന്നെ നമ്മൾ അത് ഓവനിൽ വെക്കുക. അപ്പം നമുക്ക് ഇത് പാനിലേക്ക് ഒഴിക്കാം. നമ്മൾ മൊത്തം ബാറ്ററും നമ്മൾ പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ ബാറ്റർ മൊത്തം ഇതിനകത്ത് ഇടണം കേട്ടോ. നമ്മുടെ പാത്രത്തിലുള്ള എല്ലാം നമ്മളിങ്ങനെ വടിച്ച് നമ്മൾ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഞാൻ കാരമൽ സിറപ്പിനെ കാരമൽ സോസ് അത് ഒത്തിരി പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. സോറി, എനിക്ക് എപ്പോഴും അതിങ്ങനെ മാറിപ്പോകും. ഞാനിങ്ങനെ ഓർത്ത് വെച്ചാലേ കാരമൽ സിറപ്പ് എന്ന് ഇങ്ങനെ പെട്ടെന്ന് പറയത്തുള്ളൂ. നമ്മൾ ബാറ്റർ മൊത്തം ഇതിനകത്തേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. എയർ ബബിൾസ് ഒക്കെ പോട്ടെ. ഓക്കെ, അപ്പം നമ്മളത് നന്നായിട്ട് ടാപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഓവനിൽ കൊണ്ടുവെക്കാം. ഓക്കെ, അപ്പം നമുക്ക് കേക്ക് ഇതിനകത്തേക്ക് വെക്കാം. ഓക്കെ, അപ്പം നമ്മൾ കേക്ക് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് 45 മിനിറ്റ്സോളം നോക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മളെ സെൻറ്റർ ആയെങ്കിൽ നമുക്ക് കേക്ക് എടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ കേക്ക് എടുത്തിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ കേക്ക്. ഞങ്ങൾ 50 മിനിറ്റ്സ് വെച്ചു. കാരണം ഞങ്ങൾ 45 മിനിറ്റ്സിൽ എടുത്തിട്ട് നടുക്ക് കുത്തി നോക്കി, അപ്പോൾ അത് അത്ര വെന്തിട്ടില്ലായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ 50 മിനിറ്റ്സ് വെച്ചു. ഇവിടെ അടിപൊളി പ്ലം കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ സ്വന്തമായിട്ട് പ്ലം കേക്ക് ഒന്നും ഉണ്ടാക്കണ്ട, നിങ്ങളുടെ പാരൻസിൻ്റെ കൂടെ ഉണ്ടാക്കിയാൽ മതി. പിന്നെ ഒത്തിരി നാൾ സോക്ക് ചെയ്യണമെന്നൊന്നും ഇല്ല കേട്ടോ, കുറച്ച് നാൾ സോക്ക് ചെയ്താലും മതി. അപ്പോൾ നമ്മുടെ അടിപൊളി പ്ലം കേക്ക് റെഡിയാണ്. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. നമ്മൾ ഒഫീഷ്യലി ഇന്ന് എൻഡ് ചെയ്യുവാണ് നമ്മുടെ അഡ്വന്റ് കലണ്ടർ. അപ്പോൾ ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. അപ്പോൾ നമ്മുടെ കേക്കിന് നമുക്ക് എൻജോയ് ചെയ്യാം.